ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ പുതിയ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലീന. കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് ശിവശങ്കരൻ സാറിനെ കൊണ്ടുവിടാനായിട്ട് മുത്തശ്ശിയുടെ മകളും പോകുന്നുണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ. ഇല്ല, വൈജമോള് പോകുന്നില്ല. ബാലചന്ദ്രനും ശിവനും കമലയും രഞ്ജിനിയും മാത്രമേ പോകുന്നുള്ളൂ. നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോവില്ലേ വൈജ, കളപ്പാട്ടൂരിലേക്ക് കൊണ്ടുപോവില്ലേ എന്ന് പറയണേ. ഓ അങ്ങനെയെന്ന് പറയാട്ടോ അലീന. പിന്നെ ഇനി നമ്മൾ കളപ്പാട്ടൂരാണല്ലേ താമസിക്കാൻ പോകുന്നതെന്ന് പറയണേ അലീന. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് മുത്തശ്ശി എങ്ങനെ കാറിൽ കയറും ഈ കാലും വെച്ചുകൊണ്ടെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയാണ് വൈജമോള് ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് എന്നെ കൊണ്ടുപോകാനായിട്ട് എന്ന് പറയണം. ഓ അങ്ങനെയാണല്ലേ, അപ്പോൾ ഞാനും മുത്തശ്ശിയുടെ കൂടെ ആംബുലൻസിലാണല്ലേ എന്ന് ചോദിക്കുകയാണ് അലീന. അതേന്നുള്ള രീതിയിൽ തലയാട്ടിയിട്ട് പറയുന്നുണ്ട് വൈജയന്തി കാർ ഓടിച്ചുകൊണ്ട് പുറകെ വരും എന്ന് പറയണേ. ആ സമയത്ത് വൈജയന്തി അമ്മ റെഡി ആയോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് വൈജയന്തി അലീനയെ നോക്കുന്നുണ്ട് കേട്ടോ. അലീന അങ്ങനെ അമ്മ വന്നത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇഷ്ടത്തോട് കൂടിയിട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇഷ്ടവും പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ വൈജയന്തി അലീനയെ നോക്കിയിട്ട് അല്ല നീയും പോകുന്നുണ്ടോ എയർപോർട്ടിലേക്കെന്ന് ചോദിക്കുകയാണ്. ഇല്ല എന്ന് പറയാണ് അലീന. അല്ല നിന്റെ നിൽപ്പും ഒരുക്കമൊക്കെ കണ്ടിട്ട് ഞാൻ കരുതി നീയും കൂടി പോകുന്നുണ്ട് എന്ന് കളിയാക്കി പറയാട്ടോ വൈജയന്തി. ആ സമയത്ത് മുത്തശ്ശി വൈജയന്തിയെ വഴക്ക് പറയാണ്. നീ എന്ത് വർത്താനം ഈ പറയുന്നത്? അവളെ എന്തോ ഒരുങ്ങിയേക്കാണ്, ഒരു ചുരിദാർ എടുത്തിട്ടു അത്ര തന്നെ. അല്ലെങ്കിൽ കാണാൻ കൊള്ളാവുന്നവരൊക്കെ എന്തിട്ടാലും നല്ല ഭംഗി തന്നെയാണെന്ന് മുത്തശ്ശി പറയണേ. അത് വൈജയന്തിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ഇതാണോ കാണാൻ കൊള്ളാവുന്നത്, ഇതാണോ കാണാൻ കൊള്ളാവുന്ന ഭംഗി, ഇതാണോ സൗന്ദര്യം, കുറച്ച് തൊലിവെളുപ്പുണ്ടെന്നല്ലാതെ എന്തുണ്ടെന്ന് ചോദിച്ച് കളിയാക്കുകയാണേ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതെങ്കിലും ഉണ്ടല്ലോ എന്ന് പറയണേ. അപ്പോൾ ഒന്ന് മൂളിയും കൊണ്ട് വൈജയന്തി ഇങ്ങോട്ട് പോവാൻ നിൽക്കണം. ആ സമയത്ത് വൈജയന്തി പറയുന്നുണ്ട് അമ്മയെ നീ എന്ത് മായാജാലം ആക്കിക്കൊണ്ടാണ് മയക്കി വെച്ചേക്കുന്നത്? എനിക്കറിയില്ല അമ്മയെ നീ എന്ത് മായാജാലം ചെയ്ത് മയക്കി വെച്ചേക്കാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നീ രക്ഷപ്പെട്ടു. പക്ഷേ കളപ്പാട്ടൂർ അങ്ങനെയല്ല, അവിടെ നിന്റെ ഒരു അഭ്യാസവും നടക്കത്തില്ല എന്ന് പറയാണ് വൈജയന്തി അലീനയോട് കേട്ടോ. ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അഭ്യാസം കാണിക്കാൻ അവളെന്താ കരാട്ടെ ഗുസ്തിയൊക്കെ പഠിച്ചിട്ടുണ്ടോ? എന്നതാണ് നീ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് എന്തെങ്കിലും അഭ്യാസം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് വൈജയന്തി പറയാട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താടി ഇവളെ കണ്ടപ്പം മുതലൊരു ചൊറിച്ചിൽ, കമലയുടെ സൂക്കേട് നിനക്കും പിടിച്ചോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നത് അമ്മേ ചില കാര്യങ്ങൾ നമ്മൾ മുളയിലേ നുള്ളിക്കളയണം, അല്ലെങ്കിലേ പടർന്ന് കയറും മുകളിലോട്ട് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അലീനയെ നോക്കുക കേട്ടോ. ആ സമയത്ത് അലീന പറയുന്നുണ്ട് എന്നെ വേണ്ടെങ്കിൽ ഞാൻ പോയേക്കാം, പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് എന്നെ ദ്രോഹിക്കരുത് എന്ന് പറയാട്ടോ അലീന. അപ്പം വൈജയന്തി ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട് നിന്നെ ദ്രോഹിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ, മര്യാദക്ക് നിൽക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് അലീനയോട് വൈജയന്തി. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് എല്ലാം മനസ്സിലായി അവൾക്ക്, നീ മനസ്സിലാവാത്തത് നീ മനസ്സിലാക്കാൻ നിൽക്കണ്ട എന്ന് പറയണം. ശരി ഞാൻ പോവുകയാണ്, ആംബുലൻസ് ഇപ്പം തന്നെ വരും, റെഡി ആയിട്ട് നിൽക്കി, ബാഗൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവന്ന് വെക്കുക എന്ന് അലീനയോട് പറഞ്ഞിട്ട് വൈജയന്തി അവിടെ നിന്ന് പോവുകയാണേ. അമ്മ പോയ വഴിയെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അലീന. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് പറയാനുള്ളത് ആരാണെങ്കിലും അവൾ വെട്ടി തുറന്ന് പറയും, അത്രയേ ഉള്ളൂ. അതിനിപ്പോൾ ആരാണെങ്കിലും ശരി അവൾ തുറന്നങ്ങോട്ട് പറയും, അത്രയേ ഉള്ളൂ, അത് കാര്യമാക്കണ്ട, അതോടെ അത് കഴിഞ്ഞു എന്ന് പറയാണ് മുത്തശ്ശി. അമ്മ പറഞ്ഞ വാക്കുകൾ ഓർത്ത് ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അലീന. പിന്നീട് കാണിക്കുന്നത് അലീനയും വൈജയന്തിയും കൂടെ മുത്തശ്ശിയെ വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ സിറ്റ് ഔട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ സിറ്റ് ഔട്ടിൽ ബാലചന്ദ്രമേനോന് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, മൊബൈലിൽ നോക്കിയിട്ട്. അങ്ങനെ വയ്യാത്ത കാല് ഇങ്ങനെ പൊക്കി വെച്ചുകൊണ്ടാണ് മുത്തശ്ശിയെ സിറ്റ് ഔട്ടിലേക്ക് കൊണ്ടുവരുന്നത്. പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ എഴുന്നേറ്റ് ആ കസേര ഫ്രണ്ടിലോട്ട് വെച്ചു കൊടുത്ത് മുത്തശ്ശിയുടെ കാല് അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അതേ സമയത്ത് തന്നെ ശിവശങ്കര മേനോനും കമലയും ഹരിയും രഞ്ജിനിയും കൂടി വരിക കേട്ടോ. അങ്ങനെ വന്നിട്ട് യാത്ര പറയാട്ടോ. അപ്പോൾ ആരൊക്കെ പോകുന്നുണ്ട് എയർപോർട്ടിലേക്കെന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും പോവുകയാണെന്ന് പറയണേ. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ ആരും ഇല്ലല്ലോ, അപ്പോൾ ഹരി എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹരി നിങ്ങളുടെ കൂടെ അങ്ങോട്ടേക്ക് വരികയാണ്, കളപ്പാട്ടൂരിലേക്ക് വരികയാണെന്ന് പറയണം. അപ്പോൾ ഈ വീട് പൂട്ടിയിട്ടേക്കാണോ, ഇവിടെ ആരും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ആരുമില്ല എന്ന് പറയാണ് കമല. അങ്ങനെ ശിവശങ്കര മേനോന് അമ്മയോട് യാത്ര പറയണം, അമ്മേ പോയിട്ട് വരാം, ഇനി ഞാൻ വരുമ്പോൾ അമ്മ എഴുന്നേറ്റ് നടക്കുന്നത് എനിക്ക് കാണണം എന്ന് പറയാട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇവളെന്നെയും മുറ്റത്തുകൂടെ നടത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയാണ്. എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് ഉമ്മ കൊടുത്തുകൊണ്ട് വൈജയന്തിയോട് പോട്ടടി, ഞാൻ അമ്മയെ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശിവശങ്കര മേനോൻ കാറിൽ കയറി. അങ്ങനെ അവർ എയർപോർട്ടിലേക്കുള്ള ആൾക്കാർ പോവാട്ടോ. പോകുന്ന സമയത്ത് കമല വൈജയന്തിയോട് യാത്ര പറയുന്നുണ്ട്. ആംബുലൻസ് വന്നിട്ടല്ലേ ഞങ്ങൾക്ക് പോകാൻ പറ്റൂ എന്ന്
വൈജയന്തി ആ സമയത്ത് പറയാണ്. പിന്നീട് മുത്തശ്ശി ഹരിയോട് എന്നാൽ നീ പോയി വീടൊക്കെ അടച്ചിട്ട് വാ എന്ന് പറയാണ്. പിന്നീട് കമലയല്ല വൈജയന്തി ഫോൺ എടുത്തിട്ട് ആരെയോ വിളിക്കുകയാണ്. ഫോൺ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ആകെ നിരാശയിൽ ഇങ്ങനെ നിൽക്കുകയാണ് വൈജയന്തി. ആംബുലൻസ് ഡ്രൈവറെ ആയിരിക്കും മിക്കവാറും വിളിക്കാൻ നോക്കുന്നത്. ഇതൊക്കെ നോക്കി നിൽക്കുക കേട്ടോ, അമ്മയുടെ ഈ ചെയ്തികളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അലീന. ആ സമയത്ത് ആംബുലൻസ് അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ ആംബുലൻസ് വന്നിട്ട് ഹരിയും വൈജയന്തിയും എല്ലാവരും കൂടി ആംബുലൻസിലേക്ക് കയറ്റാനായിട്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കളപ്പാട്ടൂരിലെ വൈജയന്തിയുടെ വീടാണ്, വൈജയന്തിയുടെ മക്കളെയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് രോഹിത് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ എത്തിയടാന്ന് ചോദിക്കുകയാണ്. അപ്പം ഹരിയോടാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ കളപ്പാട്ടൂർ സ്റ്റാൻഡ് കഴിഞ്ഞു എന്ന് പറയട്ടെ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ആ ഗേറ്റ് തുറന്നിട്ടേക്കെന്ന് പറയണേ. അങ്ങനെ ഗേറ്റ് തുറന്നിടാൻ പറയുമ്പോൾ ഗേറ്റൊക്കെ തുറന്നിട്ടേക്കാണ്, നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയാണ് രോഹിത്. അങ്ങനെ ആ സമയത്ത് ബബിതയും കൃഷ്ണയും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബബിതയോട് രോഹിത് പറയുന്നത് നീ പോയിട്ട് ആ വാതിൽ തുറന്നിടുമെന്ന് പറയണം. വരട്ടെ, അവർ വന്നിട്ട് വാതിൽ തുറന്നാൽ പോരെന്ന് ചോദിക്കുകയാണ്. ഞാൻ പറയുന്നതാണ്ട് കേട്ടാൽ മതി, പോയി വാതിൽ തുറക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് മാത്രമേ വാതിൽ തുറക്കാൻ പറ്റത്തുള്ളൂ, എന്താ കൃഷ്ണയോട് പറയാത്തതെന്ന് ചോദിക്കാട്ടോ ബബിത. നിന്നോട് പറഞ്ഞത് നീ കേട്ടാൽ മതി, പോയി വാതിൽ തുറക്കുമെന്ന് പറയണേ. അങ്ങനെ ഉത്തരവ് ഒരു ആജ്ഞാപിക്കൽ വന്നേക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ബബിത അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് തന്നെ വൈജയന്തിയുടെ കാറ് ഗേറ്റ് കടന്ന് അകത്തേക്ക് വരിക കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ബബിത വന്ന് ഡോറ് തുറക്കുന്ന സമയത്ത് ഡോറിന് ഫ്രണ്ടിൽ നിൽക്കുന്ന വൈജയന്തിയും മുത്തശ്ശിയും അലീനയും അതുപോലെ ഹരിയെയും ആട്ടോ. അങ്ങനെ അലീനയ്ക്ക് ആണെങ്കിൽ ബബിതയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുകയാണ്, തൻ്റെ അനിയത്തിയാണല്ലോ. അപ്പോൾ മുത്തശ്ശിയുടെ കാലൊന്ന് വന്ന് താങ്ങി പിടിച്ചെന്ന് പറയാണ് വൈജയന്തി നമ്മുടെ ബബിതയോട്. ആ ബബിത വന്ന് കാല് താങ്ങി പിടിക്കുന്ന സമയത്ത് അലീന ഇങ്ങനെ ഇഷ്ടത്തോടെ നോക്കുന്നുണ്ട്. പക്ഷേ ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിലുള്ള ഒരു അവഗണന ഭാവമാണ്, ഒരു പുച്ഛഭാവമാണ് ബബിതയുടെ മുഖത്ത്. അങ്ങനെ അലീനയോട് എന്നിട്ട് പറയുന്നുണ്ട് നീ പോയി അമ്മയുടെ ബാഗും നിന്റെ മാറാപ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞിട്ട് അലീനയെ അങ്ങോട്ട് പറഞ്ഞേക്കാണ്. അതേസമയം വീടിൻ്റെ അകത്തേക്ക് മുത്തശ്ശി ഇങ്ങനെ ആ വീൽ ചെയർ ഉരുട്ടി കൊണ്ടുവരാം കേട്ടോ. ആ സമയത്ത് രോഹിത്തും കൃഷ്ണയും കൂടി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. വേഗം വാ രോഹിത്തേട്ടാ, ചിലപ്പോൾ മുത്തശ്ശിയെ താങ്ങി എടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിത്തിനെ വിളിച്ചുകൊണ്ട് വരികയാണ് കൃഷ്ണ. മുത്തശ്ശിന്ന് വിളിച്ചുകൊണ്ട് കൃഷ്ണമോൾ ഓടിച്ചില്ല കേട്ടോ. ആ മോളെ രോഹിത്തെ മോനെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ ബബിത മാത്രം മുത്തശ്ശിയെ കണ്ടിട്ട് ഒരു ഭാവമാറ്റം ഉണ്ടായില്ല കേട്ടോ. മുത്തശ്ശിയെ അടുത്തേക്ക് ചെന്ന് കാല് താങ്ങി പിടിച്ചു എന്നല്ലാതെ മുത്തശ്ശിയെ നോക്കി എന്തെങ്കിലും ചോദിക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ബബിതയുടെ ഭാഗത്ത് നിന്നിട്ട്. പിന്നീട് ആംബുലൻസിൽ നിന്ന് അവളുടെ ബാഗും മുത്തശ്ശിയുടെ ബാഗും ഒക്കെ എടുത്ത് അലീന പുറത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ ആംബുലൻസ് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പിന്നീട് അലീന ആ വീടും ചുറ്റുഭാഗങ്ങളൊക്കെ ഇങ്ങനെ നോക്കി കാണുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് ഒരു ഇഷ്ടത്തോട് കൂടിയിട്ട് വലതുകാൽ വെച്ചിട്ട് തന്നെ പറയാം അലീന തൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അമ്മയുടെ കൂടെയുള്ള ജീവിതം സ്വപ്നം കണ്ട് അലീന ആ സ്റ്റെപ്പൊക്കെ കയറി വീട്ടിലേക്ക് കയറുകയാണ്. കാലെടുത്ത് വെക്കാൻ നേരം അലീന ഒന്ന് പകച്ചിട്ട് കാല് പിൻവലിക്കുന്നുണ്ട് കേട്ടോ. വലത് കാലെടുത്ത് വെക്കാൻ നോക്കുമ്പോൾ ഒന്ന് പകച്ച് എന്താ ഇപ്പോൾ ചെയ്യണ്ടേ എന്നുള്ളൊരു ഇതിൽ ആകെ ഒന്ന് ഷോക്കായിട്ട് തൻ്റെ അമ്മയുടെ കൂടെ അമ്മയുടെ വീട്ടിൽ ജീവിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ കാലൊന്ന് പിൻവലിക്കുന്നുണ്ട്. പിന്നീട് ബാഗൊക്കെ എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ഇങ്ങനെ വീടൊക്കെ നോക്കിക്കൊണ്ടാണ് കയറി ചെല്ലുന്നത്. ആ സമയത്ത് രോഹിത്ത് മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് മുകളിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. രോഹിത്ത് അലീനയെ കാണുക കേട്ടോ. രോഹിത്ത് ഇറങ്ങി വന്നിട്ട് മുത്തശ്ശിയെ നോക്കാൻ മുത്തശ്ശിയുടെ കൂടെ വന്ന ആളല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അതെ എന്ന് പറയാണ്. ദേ ഈ റൂമാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് രോഹിത്ത്. അങ്ങനെ അലീന ആ റൂമിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മുകളിലേക്ക് പോകുന്ന രോഹിത്ത് വീണ്ടും തിരിഞ്ഞു നിന്ന് അലീനയെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് മുത്തശ്ശിയെ ബെഡിലൊക്കെ കിടത്തിയിട്ട് ഇങ്ങനെ എന്താ പറയുക അവിടെ ഇങ്ങനെ തലയിണൊക്കെ വെച്ച് കൊടുക്കുകയാണ് വൈജയന്തി. അതുപോലെ ബെഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഹരി. അവിടെ കൃഷ്ണമോളും നിൽപ്പുണ്ടേ, ബബിതയും അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ കൃഷ്ണയോട് മുത്തശ്ശി ചോദിക്കണ്ടേ എന്തിനടിയും ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ആക്ഷൻ കാണിക്കുകയാണ് കൃഷ്ണ. അങ്ങനെ അലീന ആ റൂമിലേക്ക് കയറി വരിക കേട്ടോ. ആ സമയത്ത് തന്നെ വൈജയന്തി ഹരിയോട് പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു ആ വീൽ ചെയർ എടുത്ത് ആ സ്റ്റെയർ കേസിൻ്റെ താഴെ കൊണ്ടുപോയി വെക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് എടുത്തുകൊണ്ട് ഹരി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് അലീന അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പം അലീനയെ തൊട്ട് മുന്നിൽ കണ്ട ഹരി ഒരു പ്രത്യേക രീതിയിൽ നോക്കുക കേട്ടോ. ആ സമയത്ത് തന്നെ വൈജയന്തി കാണുകയാണ് അലീന വന്ന് നിൽക്കുന്നത്. നീ ഇതിനിടയ്ക്ക് എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഈ ബാഗ് എടുക്കാൻ പോയതാന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ടുപോയി വെക്ക്. എടാ അത് കൊണ്ടുപോയി വെക്കാനല്ലേ നിന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഹരി അവിടെ നിന്ന് പറഞ്ഞേക്കാണ്. അങ്ങനെ അലീന റൂമിലേക്ക് കയറാട്ടോ. അങ്ങനെ അലീന ആ റൂമിലേക്ക് കയറി വന്നപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അലീനയെ എവിടെ കിടത്തും എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ മുത്തശ്ശീനെ വീണ്ടും പറയുന്നുണ്ട് നോക്കാം എന്ന് പറയണം. ആ സമയത്ത് ആ സമയത്ത് മുത്തശ്ശീനെ പറയാണ് ദേ അങ്ങോട്ടേക്ക് ഒരു ചെറിയ കട്ടിലിട്ടാൽ മതി, അവിടെ കിടത്താം അലീനയെന്ന് പറയുമ്പോൾ ഇവിടെ കിടത്താനോ, ഇത്രയും നല്ല റൂമിൽ കിടത്താനോ, അവിടെ കുഞ്ഞുമോൾ കിടന്നിരുന്ന ഒരു ചെറിയ റൂമുണ്ട് അവിടെ കിടന്നാൽ മതി അലീന എന്ന് പറയാണ് വൈജയന്തി. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് എന്നെ നോക്കാൻ വന്നവൾ എൻ്റെ അടുത്ത് വേണ്ടേ, പിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി കിടത്തിയാൽ എങ്ങനെ ശരിയാവുക എന്ന് ചോദിക്കുകയാണ്
മുത്തശ്ശി കേട്ടോ, അവിടെ ഒരു കട്ടിലുണ്ടല്ലോ, അവിടെ ഈ റൂമിൽ അവിടെ ആ കട്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് അവിടെ കിടത്തിയാൽ മതി എന്ന് പറയുമ്പോൾ കട്ടിലും സപ്രമൻസൊന്നും വേണ്ട, താഴെ കിടന്നാൽ മതി, തറയിൽ വിരിച്ച് കിടന്നാൽ മതി, അവിടെ കൊല്ലപ്പള്ളിയിലും അങ്ങനെ ആയിരുന്നില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ താഴെ കിടന്നോളാം, എനിക്ക് എവിടെയായാലും മതി, ഉറക്കം വരുമ്പോൾ ഒന്ന് കിടന്നുറങ്ങണം, അത്രയല്ലേ ഉള്ളൂ എന്ന് പറയണം. മുത്തശ്ശി പറയുന്നുണ്ട്, ഒരു കട്ടിൽ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ, അതിവിടെ കൊണ്ടുവന്നിട്ടോടെന്ന് ചോദിക്കുമ്പോൾ സമ്മതിക്കുന്നില്ല കേട്ടോ വൈജയന്തി. അങ്ങനെ ഞാൻ പോയിട്ട് വരാം, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയോട് പറഞ്ഞു പോകുമ്പോൾ ഈ റൂമൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കുകയെന്ന് അലീനയോടും പറഞ്ഞിട്ട് വൈജയന്തിയും മക്കളും അവിടെ നിന്ന് പോവുകയാണേ. പിന്നീട് അലീന ബാഗൊക്കെ എടുത്തുകൊണ്ട് വന്ന് അലമാരിയിലേക്ക് എടുത്ത് വെക്കുകയാണ്. അലീന ചെയ്യുന്നതൊക്കെ നോക്കി ഒരു ചിരിയോടെ കിടക്കുക കേട്ടോ മുത്തശ്ശി. അങ്ങനെ ഒരു ദീർഘനിശ്വാസം ഉണ്ടാവുകയാണ് അലീനയിൽ നിന്ന്. കാരണം അമ്മയുടെ അടുത്തെത്തിയല്ലോ, അമ്മയുടെ വീട്ടിലെത്തിയല്ലോ എന്നുള്ളൊരു സമാധാനം. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി നമ്മുടെ രണ്ടിൻ്റെയും ജീവിതം ഇവിടെയാണ്, ഈ വീട്ടിലാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അലീന അങ്ങനെ ചിരിയോട് കൂടിയിട്ട് കേട്ട് നിൽക്കുകയാണ്. നല്ല റൂമാണല്ലോ എന്ന് പറയാണ് അലീന. അതെ, അവിടെ ആയിരുന്നെങ്കിൽ, ഞാൻ കമലയുടെ അടുത്തായിരുന്നുണ്ടെങ്കിൽ ഞാൻ ആയുസ് എത്താതെ ചത്തുപോയനെ, ഞാൻ എന്നെ മര്യാദക്ക് നോക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് വൈജമോള് എപ്പോഴും വഴക്കാണ് കമലയുടെ അടുത്തെന്ന് പറയാട്ടോ. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, രണ്ടുപേരും നല്ല കൂട്ടാണല്ലോ എന്ന് ചോദിക്കുകയാണ്. കാരണം അവർ നല്ല സ്നേഹത്തിൽ സംസാരിക്കുന്നതൊക്കെ അലീന കണ്ടിട്ടുണ്ട്, നല്ല കളിയും ചിരിയൊക്കെ ആയിട്ട്. അപ്പം മുത്തശ്ശി പറയണം, അത് വെറും അഭിനയം മാത്രമാണെന്ന് മുത്തശ്ശി പറയണേ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അവിടെ തീരെ പോരായിരുന്നു, എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ വന്നിരുന്നെങ്കിൽ മുത്തശ്ശൻ കുറച്ച് കാലം കൂടി ജീവിച്ചിരുന്നേനെ, മുത്തശ്ശിന് മര്യാദക്ക് നോക്കായിരുന്നു എന്നുള്ള രീതിയിലാണ്. അത് ശരിയായിരിക്കും എന്ന് പറയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഇനി ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്, അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലണോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നിന്നാൽ മതി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജയമോള് വിളിക്കും, വൈജമോൾ എന്നുള്ളത് മാറി ജയമോൾ എന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ മിക്ക സമയത്തും പറയുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, വിളിക്കും എന്ന് പറയാണ്. അതേ സമയം തന്നെ അലീന എന്ന് വൈജയന്തി വിളിക്കുക കേട്ടോ. അപ്പോൾ അതേ പറഞ്ഞു തീർന്നില്ല, അതിന് മുന്നേ വിളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അലീന അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹരി ഉണ്ടല്ലോ, ഹരി മുകളിൽ നിന്നുകൊണ്ട് അലീന താഴെ തുടയ്ക്കുന്നതും തൂത്ത് തുടച്ച് വൃത്തിയാക്കുന്നതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഭയങ്കര കൊതിയോട് കൂടിയിട്ട് നോക്കി നിൽക്കട്ടോ. ഒരു പ്രത്യേക ഭാവത്തിൽ അലീനയെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് രോഹിത് എന്താണ് നോക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വരികയാണ്. ശബ്ദം ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അലീനയെ കാണിച്ചു കൊടുക്കട്ടോ. ഓ, നിനക്ക് ഇത് തന്നെയാണോ പണി എന്ന് ചോദിക്കണം. എന്ത് ഭംഗിയല്ലേടാ, ഒരു എന്താ പറയുക, കാണാൻ തന്നെ എന്ത് രസമാണെന്നൊക്കെ പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, ഒരു വീട്ടുവേലക്കാരിയുടെ ഒരു ഇതുമില്ല അല്ലേ, ഒരു വീട്ടുവേലക്കാരിയാണെന്ന് തോന്നത്തേ ഇല്ല എന്നുള്ള രീതിയിൽ ഹരിയോട് രോഹിത് സംസാരിക്കുകയാണ്. പിന്നെ നിനക്ക് ഏത് സമയം ഇത് മാത്രമേ പറയാനുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിന്റെ ഒരു ഭാഗ്യം എന്നൊക്കെ പറയണ്ടേ രോഹിത്തിനോട് ഹരി, നിനക്ക് ഏത് സമയം ഇതേ സംസാരിക്കാൻ പാടുള്ളൂ, ഒരു വീട്ടുവേലക്കാരിയുടെ ഒരു ലക്ഷണവും ഇല്ലല്ലോ എന്നൊക്കെ പറയണം രോഹിത്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, ശരിയാ, ഒട്ടും ഒരു വീട്ടുവേലക്കാരിയുടെ ഒരു ലക്ഷണമൊന്നുമില്ല, എന്തോ ഒരു തിരിമറി നടന്നിട്ടുണ്ടെന്ന് പറയാണ് ഹരി. എന്ത് തിരിമറി, നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കാട്ടോ രോഹിത് ഹരിയോട്. ആർക്കും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അങ്ങനെ അവിഹിതത്തിൽ പിറന്നപ്പോൾ ഓർഫനേജിൽ കൊണ്ടുപോയി വിട്ട് അവർ രക്ഷപ്പെട്ടു. പെങ്കൊച്ച് വളർന്നപ്പോൾ തന്തയുടെയും തള്ളിയുടെയും വിത്ത് ഗുണം കിട്ടിയിട്ടുണ്ട്, ആ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്, അതാണെന്ന് ഹരി പറയണേ. ഇതെങ്ങനെ ഇവിടെ വന്നു, ഇതിൻ്റെ പുറകിൽ ആരാന്ന് ചോദിക്കുകയാണ് രോഹിത്. മുത്തശ്ശനും മനുവേട്ടനും കൂടി പോയി കണ്ടുപിടിച്ചതാണ്. എന്തായാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു, രണ്ടുപേർക്കും നല്ല കലാബോധമുണ്ടെന്ന് പറഞ്ഞ് അലീനയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ രോഹിത് ഹരിയോട് ചോദിക്കുന്നുണ്ട്, നീ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചോ എന്ന് ചോദിക്കാട്ടോ. എന്ത്, ഇത്രയും നാൾ കൊല്ലപ്പള്ളിയിലായിരുന്നല്ലോ അവള്, അപ്പോൾ അവിടെ വെച്ച് വല്ലോ ഒപ്പിച്ചോ, വല്ലോ മുട്ടി നോക്കിയോ എന്ന് ചോദിക്കുകയാണ്. എന്ത്, അവിടെ നിന്ന് എപ്പോഴും ആളല്ലേ, ചെറുതായിട്ട് കെട്ടിപ്പിടുത്തും കിസ്സിങ്ങും മാത്രമേ നടന്നുള്ളൂ. മുത്തശ്ശിയുടെ മുറിയിലായിരുന്നില്ലേ അവള്, ഒരു ദിവസം ഇറങ്ങി വരാമെന്ന് സമ്മതിച്ചതാ, പക്ഷേ ഞാൻ ചെന്ന് വിളിച്ചപ്പോഴേക്കും അവൾ വന്നില്ല, ഉറങ്ങിപ്പോയെന്ന് പിന്നീട് പറഞ്ഞു എന്ന് പറയാട്ടോ. അത് തള്ളി മറിക്കുകയാണെന്ന് രോഹിത്തിന് അപ്പോഴേ മനസ്സിലാവാണ്. ചുമ്മാ തള്ളി മറിക്കല്ലേ എന്ന് പറയണം. ശരിയാ, ഞാൻ തള്ളി മറിച്ചതാണ്, ഇനി അവൾ ഇവിടെയാണല്ലോ താമസം, നിന്റെ ഭാഗ്യം, നീ ഒന്ന് മുട്ടി നോക്കുമെന്ന് പറയണം. എനിക്കൊരു ക്രഷ് ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്കതിന് താല്പര്യമില്ല എന്ന് പറയാട്ടോ. നിന്റെ ഒരു ക്രഷ്, അവളെ കൊണ്ടുപോയി കള എന്ന് പറയാണ് രോഹിത്തിനോട് ഹരി. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, എടാ അവൾ സുന്ദരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ സുന്ദരി, അതിന് എന്തിന് കൊള്ളാം, കാണാനും കൊള്ളത്തില്ല. എടാ ഇവിടെ ഒരു നാടൻ കോഴി കിടന്ന് നിൽക്കുമ്പോൾ നീ കാട്ടുകോഴിയെ പിടിക്കാനായിട്ട് പോവുകയാണോ എന്ന് പറഞ്ഞ് കളിയാക്കണം. അവളെ കളഞ്ഞിട്ട് നീ ഇവളെ പിടിക്കാൻ നോക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ചിരിക്കാട്ടോ. അവരുടെ ചിരി അലീന കേട്ടിട്ട് അലീന അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ അവിടെ ചിരിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അലീന കാണുകയാണ്. ദേ കണ്ടു അവൾ നമ്മളെ കണ്ടു, വേഗം തിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് തിരിഞ്ഞു നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണ ഇങ്ങനെ ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് അലീന അങ്ങോട്ടേക്ക് വരിക കേട്ടോ. അപ്പം കൃഷ്ണ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ഒരു ചിരിയോട് കൂടിയിട്ട് അവളുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ കൃഷ്ണ ഹായ് പറയുന്നുണ്ട് കേട്ടോ.
അപ്പോൾ മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, മോളുടെ പേരെന്താന്ന് ചോദിക്കുകയാണേ. അപ്പോൾ കൃഷ്ണജ എന്ന് പറയുന്നു. സ്കൂളിലും അങ്ങനെ തന്നെയാണോ? സ്കൂളിലും എൻ കൃഷ്ണജ മേനോൻ എന്നാണെന്ന് പറയാട്ടോ. നല്ല പേരാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാണ്. മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിക്കുകയാണേ. 7th പറയാണ് കൃഷ്ണമോള്. അപ്പോൾ പഠിക്കാനൊക്കെ എങ്ങനെ മിടുക്കിയാണോ എന്ന് ചോദിക്കുകയാണ്. വലിയ ഗെയിമൊന്നുമില്ല, എന്നാലും തട്ടിമുട്ടിയൊക്കെ പോകും എന്ന് പറയാണ് കൃഷ്ണ. അതേസമയം ബബിത മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക കേട്ടോ. ബബിത വന്നിട്ട് അലീനയും കൃഷ്ണയും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാം കേട്ടോ. അവരുടെ മുന്നിൽ വന്നിട്ട് അലീനയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഒട്ടും ചിരിയോ അങ്ങനെ ഒന്നുമില്ല ബബിതയുടെ മുഖത്ത്. അങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് തിരിഞ്ഞ് കിച്ചണിലേക്ക് പോവുകയാണേ. ആ സമയത്ത് അലീന കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട്, മോളുടെ ചേച്ചിയുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ബബിത എന്ന് പറയണേ. പക്ഷേ ഒട്ടും കാര്യമില്ല. അപ്പോൾ മോളുടെ സ്കൂളിൽ തന്നെയാണോ പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സ്കൂളിലല്ല ചേച്ചി, കോളേജിലാണ്, ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് എന്ന് പറയണം. പക്ഷേ ഒരു കാര്യമില്ല. അതെന്താ ചേച്ചിയുടെ തലയിലെ ഒന്നുമില്ല, നത്തിങ്, ഒന്നുമില്ല, പഠിക്കത്തില്ല എന്നുള്ള രീതിയിൽ കാണിക്കുകയാണേ. പിന്നീട് കൃഷ്ണ ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് എങ്ങനെ ഇത്രയും നിറം വന്നതെന്ന് ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും തേച്ചിട്ടാണോ എന്ന് ചോദിക്കുകയാണ് കൃഷ്ണമോള്. അല്ല, നാച്ചുറലാന്ന് പറയുമ്പോൾ എനിക്കും കുറച്ചുകൂടെ വെളുപ്പ് വേണമായിരുന്നു എന്ന് പറയണേ. അതേസമയം വൈജയന്തി ഡോറ് തുറന്നുകൊണ്ട് പുറത്തേക്ക് വരുന്നു. വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ അവിടെ എന്ത് ചെയ്യുവാന്ന് ചോദിക്കുമ്പോൾ ഞാൻ മോളോട് പേര് ചോദിച്ചതാന്ന് പറയണേ. അപ്പോൾ വൈജയന്തി അലീനയോട് ചോദിക്കുന്നുണ്ട്, നീ ഏതുവരെ പഠിച്ചു എന്ന് ചോദിക്കുകയാണ്. ഞാൻ +2. പിന്നെ എന്താ ജയിച്ചോ തോറ്റോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ജയിച്ചു, നല്ല ഗ്രേഡോട് കൂടി ജയിച്ചു, പക്ഷേ പിന്നീട് പഠിക്കാനൊന്നും സാധിച്ചില്ല. പിന്നെ വേറെ ഏതാണ്ടോ പഠിച്ചു എന്ന് കേട്ടല്ലോ, GDA പഠിച്ചു. നിനക്ക് ഇവിടെ അമ്മയെ നോക്കൽ മാത്രമല്ല ജോലി, ഇവിടെയുള്ള എല്ലാ ജോലികളും ചെയ്യണം എന്ന് പറയണം വൈജയന്തി അലീനയോട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, കുഞ്ഞുമോളേച്ചി ഉണ്ടല്ലോ എന്ന് ചോദിക്കുകയാണെ. കുഞ്ഞുമോളെ നീ നോക്കണ്ട, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം, കള്ളപ്പണി ചെയ്യാമെന്നൊന്നും വിചാരിക്കണ്ട എന്ന് പറയാട്ടോ. ആ സമയത്താണ് അലീന ചോദിക്കുന്നത്, ഞാനിവിടെ എന്ത് കള്ളത്തരം ചെയ്യാനാ, ഞാൻ എന്തിനാ കള്ളത്തരം കാണിക്കുന്നത്, എൻ്റെയും കൂടെ വീടല്ലേ ഇത് എന്ന് ചോദിക്കാട്ടോ. അത് കേട്ടിട്ട് ആകെ ഞെട്ടി, നിന്റെ വീടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് വൈജയന്തി. അപ്പോഴാണ് പെട്ടെന്ന് അലീന അബദ്ധം പറ്റിപ്പോയത് മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ല, ഞാൻ ജോലി ചെയ്യുന്ന വീട് എൻ്റെ വീട് പോലെ അത്രയും ആത്മാർത്ഥമായിട്ട് ഞാൻ നോക്കുമെന്നാണ് ഉദ്ദേശിച്ചത് എന്ന് പറയണ അലീന. അത്ര ആത്മാർത്ഥതയൊന്നും വേണ്ട, അത് കൂടിപ്പോയാലേ ഇവിടെ ഇരിക്കുന്ന പൈസയും സ്വർണ്ണമൊക്കെ നിൻ്റേതാണെന്ന് നിനക്ക് തോന്നിപ്പോയാലോ എന്ന് ചോദിക്കുകയാണ് വൈജയന്തി. ഇതൊക്കെ കേട്ടിട്ട് കൃഷ്ണമോള് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, ഇവരുടെ സംസാരമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാൽ മതി, ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്നൊക്കെ പറയാട്ടോ. ശരി, ഞാൻ ചെയ്തോളാം, ഞാൻ അങ്ങനെ നിന്നോളാം എന്ന് പറയണം അലീന. ഈ വീടൊക്കെ ഞാൻ കാണിച്ചു തരാം, തൂക്കാനും തുടയ്ക്കാനുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതുപോലെയൊക്കെ ഇന്നിപ്പോൾ എന്തായാലും കുഞ്ഞുമോള് ചെയ്തു കഴിഞ്ഞു, നാളെ മുതലൊക്കെ ചെയ്യണം. കൊച്ചിൻ്റെ അടുത്ത് കൊഞ്ചാൻ നിൽക്കാതെ അമ്മയുടെ അടുത്ത് പോയിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അലീനയെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് വൈജയന്തി. കൃഷ്ണയെ ഒന്ന് നോക്കിക്കൊണ്ട് അലീന റൂമിലേക്ക് പോവുകയാണ്. അലീന പോയ വഴിയെ വളരെ ദേഷ്യത്തോടു കൂടി നോക്കി നിൽക്കുന്ന വൈജയന്തിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.